ഈ കാസർഗോഡ് ഭാഗത്തുള്ള സ്ത്രീകളോട് മൊത്തത്തിൽ വലിയ സ്നേഹമായിരുന്നു കുട്ടിക്കാലം മുതലേ. എന്തെന്നറിയോ, എൻ്റെ നാട്ടിലൊക്കെ പർദ്ദ ധരിക്കാത്ത കാലത്തും കാസർഗോഡുള്ള സ്ത്രീകളൊക്കെ പർദ്ദ ധരിക്കുമായിരുന്നു. എൻ്റെ നാട്ടിൽ ആദ്യമായി പർദ്ദ ധരിച്ചത് എൻ്റെ ഭാര്യയാണ്. അതിനു മുമ്പ് എൻ്റെ നാട്ടിൽ ഒരൊറ്റ പെണ്ണ് പർദ്ദ ധരിക്കാറില്ല. ഞാൻ വിവാഹം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് സാരി എടുത്തില്ല, ഞാൻ പർദ്ദ എടുത്തു. അന്ന് അത് കണ്ടിട്ട് എൻ്റെ ജ്യേഷ്ഠന്റെ ഭാര്യയ്ക്കും പർദ്ദ വാങ്ങി, അവരും പർദ്ദ ധരിച്ചു. ഒരു കല്യാണത്തിന് പോയി, എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു കല്യാണത്തിൽ രണ്ടാള് മാത്രം പർദ്ദ ധരിച്ചവർ. പുതിയ പെണ്ണിനെ കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ ഒരാൾ തമാശക്ക് പറഞ്ഞു 2 വക്കീൽമാരും ഉണ്ട് എന്ന് പറഞ്ഞു. ഇതെനിക്ക് ഓർമ്മയുണ്ട്, കാരണം 2 ആള് മാത്രമേ പർദ്ദ ധരിച്ചവരുള്ളൂ. ഇപ്പൊ എൻ്റെ നാട്ടിൽ നിറയെ സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നവരാണ്. അന്ന് ഞാൻ വഅദ് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സ് തോന്നാറുണ്ട്, എന്ത് പറഞ്ഞിട്ട് ഫലം ഉണ്ടാവുമോ അല്ലാ, ഫലം ഉണ്ടായാലും ഇല്ലെങ്കിൽ നമ്മളെ ഡ്യൂട്ടി നിർവഹിക്കണ്ടേ, പറഞ്ഞതിനൊക്കെ ഫലം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ സ്ത്രീകളൊക്കെ പർദ്ദ ധരിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാനൊരു സങ്കടം പറയട്ടെ. നേരത്തെ നന്നായി തലമറച്ച കാസർഗോഡ് ഏരിയയിലുള്ള സ്ത്രീകൾ നന്നായി പർദ്ദ ധരിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിച്ചിരുന്ന സ്ത്രീകൾ പലരും മരിച്ചുപോയി. അള്ളാഹു അവരെ ഖബറിൽ സന്തോഷം നൽകട്ടെ. നരകത്തിൽ കടക്കുന്ന ചില സ്ത്രീകളെ കുറിച്ച് നബി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റൂസുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മായില. ചില സ്ത്രീകൾ നരകത്തിലാണെന്ന് റസൂലുള്ള പറയാണ്. അതാരാണ്? വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിക്കാത്ത ഫലമാണ്. അതേ, ഉള്ളു കാണുന്ന കണ്ണാടി പോലുള്ള തട്ടമാണ്, ശരീരം കാണുന്ന ഡ്രസ്സാണ്, അതേ ധരിക്കാത്ത ഫലമാണ്. അന്യപുരുഷന്മാരിലേക്ക് ആകൃഷ്ടരാവുകയാണ്, അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുകയാണ്. അവരെ തലയതാ ഒട്ടകത്തിന്റെ പൂഞ്ഞപ്പല പോലെ മടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു സ്ത്രീകളുണ്ട്. റസൂലുള്ളാഹി അതിന്റെ ശേഷം പറഞ്ഞു, ലാ യദ്ഖുൽനൽ ജന്ന, ആ സ്ത്രീകൾ സ്വർഗ്ഗത്തിൽ കടക്കൂല കേട്ടോ. വലാ യജിദിന റീഹഹാ, സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും ആ സ്ത്രീകൾക്ക് കിട്ടൂല. വഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ, എത്രയോ കിലോമീറ്റർ അകലെ നിന്ന് ലഭിക്കുന്ന സൂര്യന്റെ സ്വർഗത്തിന്റെ പരിമളം പോലും, അതേ അതിന്റെ നല്ല സുഗന്ധം പോലും ആ സ്ത്രീകൾക്ക് കിട്ടൂല. ശരീരം മറക്കാത്ത പെണ്ണാണ്, മുടി മറക്കാത്ത പെണ്ണാണ്. ഇപ്പോൾ സുബ്ഹാനല്ലാഹ് പല സ്ത്രീകൾക്കും മേക്കപ്പ് വേണം. ആ മേക്കപ്പിന് എത്ര സംഖ്യ ചെലവഴിച്ചാലും വിരോധമില്ല. നിങ്ങൾ മേക്കപ്പ് ആക്കിയിട്ട് നിങ്ങളെ ഭർത്താവിന്റെ റൂമിലേക്കാണ് കയറിപ്പോകുന്നതെങ്കിൽ ഞാൻ അതിനൊരു കുറ്റവും പറയുന്നില്ല. ഭർത്താവിന്റെ റൂമിലേക്ക് പോകുമ്പോൾ നാറിയ തുണിയും കുപ്പായവും ഇട്ട് പോവുകയും പുറത്തേക്ക് പോകുമ്പോൾ മേക്കപ്പ് നടത്തിയിട്ട് സുബ്ഹാനല്ലാഹ് മേക്കപ്പ് പൊട്ടിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് തലയിലെ മക്കന പോലും എടുത്തിട്ട് ആ മുടിയും കാണിച്ച് നടക്കുന്ന ചില സ്ത്രീകൾ പലപ്പോഴും പല സ്ഥലങ്ങളിലുമുണ്ടെന്ന് കേൾക്കുമ്പോൾ ഈ സ്ത്രീകൾക്ക് സ്വർഗത്തിൽ കടക്കണ്ടയോ? അവർക്ക് നരകം അവർക്ക് അനുഭവിക്കാൻ അവർക്ക് ധൈര്യമുണ്ടോ? ചോദിക്കട്ടെ, ഒരു തീപിടുത്തം അമേരിക്കയിൽ നടന്നപ്പോ എന്തെല്ലാം സംവിധാനങ്ങൾ അമേരിക്കക്കാരന്റെ കയ്യിലുണ്ട്. അവിടെ ആർക്കെല്ലാം എന്തെല്ലാം ഡമ്പുള്ളവരുണ്ട്, എന്തെല്ലാം ട്രംപുള്ളവരുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾക്കറിയില്ലേ, തീപിടുത്തം വന്നപ്പോൾ കെടുത്താൻ കഴിയാതെ എത്ര ദിവസമാണ് ബുദ്ധിമുട്ടിയത്. ചോദിക്കട്ടെ, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ കത്തിക്കൊണ്ടിരിക്കുന്ന ജഹന്നം, ഇന്ന് നമ്മൾ കത്തിക്കുന്ന തീന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നം, ആ ജഹന്നം കത്തിയെരിയുമ്പോൾ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമൈദിൻ ബിജഹന്നമ യൗമൈദിൻ യതദക്കറുൽ ഇൻസാൻ അന്നാ ലഹു ദിക്റാ.
സൂറത്തുൽ ഹാസിയ നിങ്ങൾ ഓതാറില്ലേ? ഓ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, അതാ പടച്ചവന്റെ കോടതിയിൽ റബ്ബിന്റെ തീരുമാനം വരുന്നു. മലക്കുകൾ വന്ന് വലയം ചെയ്യുന്നു. ഒരാണിനും പെണ്ണിനും അവിടെ നിന്ന് ഓവർടേക്ക് ചെയ്യാൻ കഴിയൂല, മാറിക്കളയാൻ കഴിയൂല, ഓടിക്കളയാൻ കഴിയൂല. വജീഅ യൗമൈദിൻ ബിജഹന്നം, ജഹന്നമിനെ അവിടേക്ക് കൊണ്ടുവരുന്നു. 70,000 വട്ടക്കണ്ണികളുള്ള ജഹന്നം. ഓരോ വട്ടക്കണ്ണികൾ 70,000 മലക്കുകൾ പിടിച്ചുകൊണ്ട് ആ ജഹന്നമിനെ മനുഷ്യരുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ ചോദിക്കട്ടെ, അതേ ദിവസങ്ങൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ, 100 കണക്കിന് കൊല്ലങ്ങൾ, അതേ 1000കണക്കിന് കൊല്ലങ്ങൾ ആ ജഹന്നമിൽ കഴിയാൻ ധൈര്യമുണ്ടോ സ്ത്രീകളെ? അതിന് ധൈര്യമുണ്ടോ യുവാക്കളെ? പറയട്ടെ, ഈ പാവപ്പെട്ട എനിക്ക് ധൈര്യമില്ലെന്ന് മാത്രമല്ല, എനിക്കൊരു സെക്കൻഡും ആ ജഹന്നമിൽ കടക്കാൻ കഴിയൂല. അതുകൊണ്ടല്ലേ മഹാന്മാരെ പ്രാർത്ഥന, ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ആ ജഹന്നമിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ മഹാന്മാരായ അടിമകൾ എപ്പോഴും കാവല് ചോദിക്കുന്നു. തൽക്കാലത്തേക്കുള്ള ഫാഷൻ, തൽക്കാലത്തേക്കുള്ള മോടി, തൽക്കാലത്തേക്കുള്ള ശാരീരിക ചാപല്യത്തിനടിമപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നരകം വിലക്ക് വാങ്ങല്ലേ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അള്ളാഹുവിൻ്റെ ഹബീബ് നബിതങ്ങളെ സ്വീകരിച്ച് ജീവിക്കണം. അതിന് റബ്ബ് നമുക്കെല്ലാവർക്കും, ഈ ഉമ്മത്തിന് മുഴുവനും തൗഫീഖ് നൽകട്ടെ. എല്ലാ ചെറുപ്പക്കാരും എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഉത്തരമുള്ള മജ്ലിസ് ആക്കണം റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. അല്ലാഹ് അർഹമുർ റഹീമിനായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഉത്തരമുള്ള മജ്ലിസ് ആക്കണം റഹ്മാനേ. നിങ്ങളോടെല്ലാം ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എനിക്കൊരുപാട് സഹായം ചെയ്തൊരു മാന്യനായ വ്യക്തി ഇന്ന് 10 മണിക്ക് മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. ഓർക്കാട്ടിരിക്കാരൻ കുഞ്ഞമ്മദ് ഹാജി. ഞാൻ സിറാജുൽ ഹുദയുടെ തുടക്കത്തിൽ ദുബായിൽ ചെന്നാൽ അദ്ദേഹത്തിൻ്റെ കാറ്, അദ്ദേഹത്തിൻ്റെ റൂം, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഒരുപാട് അനുഭവിച്ചവനാണ്. അദ്ദേഹം മരിച്ച വിവരമറിഞ്ഞപ്പോൾ മയ്യിത്ത് നിസ്കരിക്കാൻ പോകണമെന്ന് വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ വാക്ക് ലംഘിക്കാൻ പറ്റൂലല്ലോ. നിങ്ങളോട് വാക്ക് പറഞ്ഞുപോയി ഇവിടെ വരാമെന്ന്. അതേപോലെ അങ്ങൊരു സ്ഥലത്ത് കല്ലക്കട്ട തങ്ങളോടും പറഞ്ഞുപോയി. പോകാതിരിക്കൽ പാടില്ലല്ലോ, മുനാഫിക്കിൻ്റെ ലക്ഷണമല്ലേ വാക്ക് ലംഘിക്കൽ. അതുകൊണ്ട് പോയിട്ടില്ല. എനിക്ക് സങ്കടമുണ്ട് പോകാൻ കഴിയാത്തത്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പേരിലും ഇവിടെ മറവ് ചെയ്യപ്പെട്ട എല്ലാ മഹാന്മാരുടെ പേരിലും നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും മറവ് ചെയ്യപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ പേരിലും നമ്മളെ ഉമ്മബാപ്പമാരും ഉസ്താദുമാരുടെ പേരിലും ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസ് ആക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഒരു കാര്യം. മറ്റൊരു കാര്യം, ഒരു 3-4 ദിവസം മുമ്പ് എൻ്റെ അടുക്കൽ തുഹ്ഫ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു മുതഅല്ലിം, മുതവ്വൽ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുതഅല്ലിം പെട്ടെന്ന് സ്ട്രോക്ക് വന്നുപോയി. 23 വയസ്സുള്ള മോന. റൈസ് സ്ട്രോക്ക് വന്ന് ആശുപത്രിയിൽ എത്തിച്ചു. ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഫലം കിട്ടിയില്ല. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. 2.25 ലക്ഷം ഉറുപ്പിക ഒരു ഓപ്പറേഷൻ. പിറ്റേ ദിവസം വീണ്ടും സ്കാൻ ചെയ്തിട്ട് ഒന്നൊരു ഓപ്പറേഷൻ കൂടി വേണം. 1.25 ലക്ഷം ഉറുപ്പിക ഓപ്പറേഷന് മാത്രം. ഞാൻ ഇന്നലെ, ഇതിനു മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ പല സദസ്സിലും ആ
ആ കുട്ടിയെ നല്ല ആരോഗ്യത്തോടെ ക്ലാസ്സിൽ തിരിച്ചെത്താൻ വേണ്ടി ദുആ ചെയ്തു. ഇന്നലെ ഞാൻ ആ കുട്ടിയെ കാണാൻ മിംസ് ഹോസ്പിറ്റലിൽ പോയി. ചെന്നു ഐസിയുവിൽ കയറി കണ്ടപ്പോൾ ഒരു ഭാഗത്ത് വലിയ സങ്കടമുണ്ട്. തല മുഴുവനും ഓപ്പറേഷൻ ചെയ്ത് തുന്നിയത് കാണാനുണ്ട്. സങ്കടമുണ്ട്. ഒരു ഭാഗത്തിന് തളർച്ചയുണ്ട്. അള്ളാഹു പൂർണ്ണമായി സുഖപ്പെടുത്തി കൊടുക്കട്ടെ. പക്ഷെ ആ കുട്ടിക്ക് സലാം പറഞ്ഞപ്പോൾ സലാം മടക്കി. ആ കുട്ടി എന്നോട് ചോദിച്ചു, ഉസ്താദ് ഇപ്പൊ തുഹഫ എടുക്കാറുണ്ടോ, ക്ലാസ് എടുക്കാറുണ്ടോ എന്ന് വരെ ചോദിച്ചു. അതിലേക്ക് വലിയ സന്തോഷമായി. ആ കുട്ടിയുടെ ബുദ്ധിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതേപോലെ സംസാരശേഷിയുണ്ട്. വലിയ സന്തോഷമായി. ഇത് വലിയ ഒരു സദസ്സാണ്. ഇവിടെ വലിയ മഹാന്മാര് കിടക്കുന്ന സ്ഥലമാണ്. അല്ലാഹുവേ, ആ കുട്ടിയുടെ രോഗം പരിപൂർണമായി നീ സുഖപ്പെടുത്തി തരണം റഹ്മാനെ. അതുപോലെ ഞങ്ങളിൽ പലർക്കും രോഗങ്ങളുള്ളവരുണ്ട്, ഞങ്ങൾക്കും രോഗമുള്ളവരുണ്ട്. നീ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാനെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. എനിക്ക് വലിയ സന്തോഷമായി. എന്തേ ഞാൻ എഴുന്നേൽപ്പിച്ച് നിർത്തിയത്? നിങ്ങൾ ഉറക്കു നോക്കാതെ ദുആ ആമീൻ പറയാനാ. ഇനി വേണമെങ്കിൽ ഇരിക്കാം സുഹൃത്തുക്കളെ. അപ്പോൾ ഒരാൾ സ്വകാര്യം വന്ന് പറഞ്ഞു, ഇവിടെ പിരിവൊന്നെടുക്കണ്ട. വലിയ സന്തോഷമായി, വലിയ സന്തോഷമായി. അല്ലാഹു ഈ ജമാഅത്തിനും ഇതിൻ്റെ പരിസരങ്ങളിലുള്ളവർക്കും ഇവിടെയുള്ള ജമാഅത്തിൻ്റെ ഭാരവാഹികൾക്കും ഈ നാട്ടിലും പരിസരങ്ങളിലുള്ള സഹായികൾക്കും പ്രവർത്തകർക്കും എല്ലാം ഖൈറും ബർക്കത്തും ഏറ്റു തരുമാറാകട്ടെ. വലിയ സന്തോഷമായി. നിങ്ങളെല്ലാവരും ദുആക്ക് ആമീൻ പറയണം. ആ കുട്ടിയുടെ ചികിത്സക്ക് ഒരു 10-15 ലക്ഷം ഉറുപ്പിക വേണം. ഞാൻ പിരിവെടുക്കണമെങ്കിൽ കമ്മിറ്റിക്കാരോട് സമ്മതിക്കാതെ പിരിവെടുക്കാൻ പാടില്ല. അതുകൊണ്ട് അവർ സമ്മതിച്ചാൽ നിങ്ങളെന്തെങ്കിലും നല്ല സംഭാവന ആ കുട്ടിയുടെ ചികിത്സക്ക്, ആ മുതഅല്ലിമിൻ്റെ ചികിത്സക്ക് തന്നാൽ ഞാൻ വാങ്ങും. ഇനി അഥവാ സ്റ്റേജിൽ വെച്ച് കമ്മിറ്റിയുടെ ആളുകൾ അനുമതി തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കാറിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് തരാം. നല്ല സംഭാവന 15 ലക്ഷം രൂപയോളം ആ കുട്ടിയുടെ ചികിത്സക്ക് വേണം. ഞാൻ തൽക്കാലം അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ കടം കൊടുത്തയച്ചതാണ്. 40,000 രൂപ വേറെ ഒരാളും കൊടുത്തയച്ചിട്ടുണ്ട്. കഴിച്ച് ബാക്കി സംഖ്യ കിട്ടണം. അല്ലാഹു തആല അതൊക്കെ പൂർത്തീകരിച്ച് തരട്ടെ. നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യും. വിവാഹം കഴിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാകാം. അതേസമയത്ത് എനിക്ക് ഒന്നിലധികം പറ്റൂല, ഒരു വിവാഹത്തിലധികം എനിക്ക് പറ്റൂല. നിങ്ങളെ കൂട്ടത്തിൽ 99% പറ്റൂല, ഒരു വിവാഹത്തിലധികം പറ്റൂല. അതുകൊണ്ട് ആരും ഒന്നിലധികം വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ഇല്ല. അൻകിഹൂ മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാഅ്. നിങ്ങൾക്ക് അതേ 2, 3, 4 വരെ വിവാഹം കഴിക്കാം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനർത്ഥം എല്ലാവർക്കും 4 വിവാഹം കഴിക്കാം എന്നല്ല. മറിച്ച് അതിനുള്ള സാഹചര്യവും ആരോഗ്യവും അതിനുള്ള നീതിബോധവും അതേപോലെ എല്ലാ ഭാര്യമാരോടും ഒരേ രൂപത്തിൽ പെരുമാറാനും എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും ഒരേപോലെ വസ്ത്രം നൽകാനും ഒരേപോലെ കിടപ്പറ നൽകാനും ഒരേപോലെ ഭക്ഷണം കൊടുക്കാനും ഒരേപോലെ അവരുടെ വീട്ടിൽ ഹാജരാകാനും, ഒരു ദിവസം ഒരു ഭാര്യയുടെ സമീപത്ത് പോയാൽ പിറ്റേ ദിവസം മറ്റേ ഭാര്യയുടെ സമീപത്ത് പോകണം. ആ നിലക്ക് പരിപൂർണമായ നീതി പുലർത്താൻ സാധിക്കുന്നവരും അതിനാവശ്യമുള്ളവരും അതിന് സാഹചര്യം ഒത്തിണങ്ങുന്നവരും, അങ്ങനെ ഒരുപാട് നിബന്ധനകൾ ഒത്താൽ മാത്രമേ ഒന്നിലധികം വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും പറ്റുന്നത് ഒറ്റ വിവാഹമാണ്. ഒരു വിവാഹം തന്നെയും വാസ്തവത്തിൽ പറ്റാത്തവർ ഉണ്ടാകാം. അതിനാൽ എല്ലാവർക്കും 4 കെട്ടാം എന്നാരും വിചാരിക്കണ്ട. അത് പറ്റുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. ഏതായിരുന്നാലും 4 വിവാഹം കഴിക്കാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം 4 കഴിക്കണം എന്നല്ല. ഫങ്കിഹു, നിങ്ങൾ അതെ ആ വിവാഹം കഴിച്ചോളൂ, 4 വരെ കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ 4 കഴിക്കണം എന്നല്ല. നമ്മളൊരു പള്ളിൻ്റെ മുമ്പിൽ ഒരു ചട്ടി വെച്ചിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞാൽ പോന്നവരെല്ലാം ഇവിടെ തുപ്പിയിട്ടേ പോകാവൂ എന്നല്ല, ഇവിടെ തുപ്പാവൂ എന്നാണ് അതിൻ്റെ അർത്ഥം. വേറെ ഒരു സ്ഥലത്തും തുപ്പരുത്, മുറ്റത്തൊക്കെ തുപ്പി നാശാക്കരുത്, ഇവിടെ മാത്രമേ തുപ്പാവൂ എന്നാണ് ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ ഇവിടെ തുപ്പൽ സുന്നത്താണെന്നോ ഇവിടെ തുപ്പാതെ ഒരാളും അപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ പാടില്ലെന്നോ ആ പറഞ്ഞതിന് അർത്ഥം ഇല്ല. അതുപോലെ
4 പേരെ വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കുന്നുവെങ്കിൽ 4-ലധികം പാടില്ല, ഒരു നിലക്കും പാടില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ സമയത്ത് 9 വിവാഹം കഴിച്ചതായി ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖസായിസിൽപ്പെട്ടതാണ്. നബി തങ്ങൾക്ക് മാത്രമുള്ള നിയമമാണ്, നമുക്ക് ആ നിയമം ബാധകമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിവാഹം കഴിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. ഇസ്ലാമിൻ്റെ വിരോധികളും ഇസ്ലാമിൻ്റെ ശത്രുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി അവർ പല തോന്നിവാസങ്ങളും വിവരക്കേടുകളും പറയാറുണ്ട്. അതവർക്ക് നബി തങ്ങളെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കറിയില്ലേ, അവിടുന്ന് 25 വയസ്സുള്ള ചെറുപ്പക്കാരനായ സമയത്ത് 40 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് വിവാഹം കഴിച്ചത്. അതെന്തേ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹായവും സഹകരണവും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിനും വളർച്ചക്കും വളരെ അനിവാര്യമായിരുന്നു. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വലിയ സഹകരണമുള്ള സ്ത്രീയായിരുന്നു. എന്തിനധികം പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരെല്ലാം തോന്നിവാസികളും അതുപോലെ തെമ്മാടികളുമായി ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള യാതൊരു അനാശ്വാസ പ്രവണതകളിലേക്കും ഒരു തെറ്റുകളിലേക്കും ഒരു തോന്നിവാസത്തിലേക്കും പോകാതെ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത പോലുമില്ലാതെ ഏറ്റവും നല്ല സംശുദ്ധമായ ജീവിതം നയിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ പ്രബോധന പ്രവർത്തന രംഗത്ത് വലിയ സഹായം ലഭിച്ച സ്ത്രീയാണ് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ വാചകം ഇന്ന് നമ്മൾ മക്കയിൽ പോയാൽ ജബലുൻ നൂർ എന്ന് പറയുന്ന ഒരു മല നമുക്ക് കാണാൻ സാധിക്കും. ആ ജബലുൻ നൂറിന്റെ മേലെയുള്ള ഗാറ് ഹിറാ എന്ന് പറഞ്ഞ ഹിറാ ഗുഹയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്ത് ഓതിക്കൊടുത്തത്. എന്നാൽ സുഹൃത്തുക്കളെ, ആ ഗുഹയുടെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയത് എങ്ങനെയായിരുന്നു? അവിടെ മക്കയിലുള്ള ചെറുപ്പക്കാരൊക്കെ അല്ലെങ്കിൽ 40 വയസ്സുള്ളവരൊക്കെ അങ്ങനെ ഗുഹയിൽ പോയി ഇരിക്കലായിരുന്നു പതിവ്? ഒരിക്കലും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു തെറ്റും ചെയ്യാത്തവരും ഒരബദ്ധവും സംഭവിക്കാത്തവരും ഒരു പിഴവും പറ്റാത്തവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പ്രത്യേകം സെലക്ട് ചെയ്തെടുക്കുകയും അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂലിന് ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും ഹൃദയത്തിൽ തോന്നിപ്പിച്ചു കൊടുത്ത് ലോകത്ത് ആർക്കും ഒരു ന്യൂനത പറയാൻ കഴിയാത്ത വിധം 40 വർഷം ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുത്ത തുല്യതയില്ലാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയാൻ വേണ്ടി അല്ലാഹു പറഞ്ഞില്ലേ, ഓ നബിയെ തങ്ങൾ പറയൂ, അതേ ഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി ലഅല്ലകും തഅഖിലൂൻ, ഞാൻ നിങ്ങളിൽ ഈ ഖുർആൻ കൊണ്ടുവന്ന് ഓതിത്തരുന്നതിന് മുമ്പ് ഞാൻ 40 കൊല്ലത്തോളം നിങ്ങളെ കൂട്ടത്തിൽ ജീവിച്ചിട്ടില്ലേ? നിങ്ങൾക്കാർക്കെങ്കിലും ഞാനൊരു കളവ് പറയുമെന്ന് തോന്നിയിരുന്നോ? ഞാൻ കളവ് പറഞ്ഞിരുന്നോ? ഞാനൊരു വാക്ക് ലംഘിച്ചിരുന്നോ? ഞാനൊരു കുടുംബബന്ധം മുറിച്ചിരുന്നോ? ഞാനൊരു അയൽവാസിക്ക് ശല്യം ചെയ്തിരുന്നോ? ഞാൻ ആർക്കെങ്കിലും ഒരു ചെറിയ ശല്യം ചെയ്തിരുന്നോ? ആരോടെങ്കിലും ഒരു അനീതി പ്രവർത്തിച്ചിരുന്നോ? ആർക്കെങ്കിലും എൻ്റെ ജീവിതം കൊണ്ട് വല്ല പ്രയാസവും ഉണ്ടായിരുന്നോ? ഞാൻ ആരെങ്കിലും ചീത്ത വിളിച്ചിരുന്നോ? തെറി പറഞ്ഞിരുന്നോ? ഞാൻ അവമതിച്ചിരുന്നോ? പരിഹസിച്ചിരുന്നോ? എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത 40 വർഷത്തെ ജീവിതത്തിൽ നിങ്ങൾക്കാർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിരുന്നോ?
ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ജീവിച്ചവനല്ലേ? ആ 40 വർഷത്തിനിടയിൽ ഞാൻ വല്ല ഗുരുനാഥന്റെ മുമ്പിലും പോയി എഴുത്ത് പഠിച്ചിരുന്നോ? ഓത്ത് പഠിച്ചിരുന്നോ? ഞാൻ വല്ല അധ്യാപനങ്ങളും ഞാൻ നടത്തിയിരുന്നോ? എനിക്കാരെങ്കിലും ഒരു ക്ലാസ് എടുത്തു തന്നിട്ടുണ്ടോ? ഇതൊന്നുമില്ലെന്നത് നിങ്ങൾക്കറിയാമല്ലോ. അഫലാ തഖിലൂൻ, പിന്നെ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അങ്ങനെയൊന്നുമില്ലാത്ത ഞാൻ ഒരു പ്രഭാതത്തിൽ എല്ലാ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് എല്ലാ വിവരമുള്ളവർക്കും വിവരം പറഞ്ഞു കൊടുക്കുന്ന, എല്ലാവർക്കും എല്ലാ വിഷയത്തിലും ഡയറക്ഷൻ നൽകുന്ന, എല്ലാവർക്കും മാതൃക കാണിച്ചു കൊടുക്കുന്ന അതേ ശ്രവണമധുരമായ സാഹിത്യ സമ്പുഷ്ടമായ അതേ ആശയഗാംഭീര്യമുള്ള ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ ഓതിത്തരുമ്പോൾ അതേ ഈ ഖുർആന് പോലെ സാഹിത്യ സമ്പുഷ്ടതയുള്ള ആശയഗാംഭീര്യമുള്ള അതേ ശ്രവണമാധുര്യമുള്ള ഇതുപോലെ കോർവയുള്ള ഒരു ഗ്രന്ഥം പോകട്ടെ, ഒരു ചെറിയ ഇന്നായത്തൈനാക്കൽ കൗസറിന്റെ വലിപ്പത്തിലെങ്കിലും ഒരു സൂറത്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? കഴിയുമോ എന്ന് വെല്ലുവിളിച്ചില്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ നിലയ്ക്ക് വളരെ സംശുദ്ധമായ ജീവിതം നയിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബ്, അവിടുത്തെ മനസ്സ് ലോക സൃഷ്ടാവിലേക്ക് നീങ്ങിയ മനസ്സാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പറ്റില്ല. എൻ്റെ റബ്ബിന് ഇബാദത്ത് ചെയ്യണം, എൻ്റെ റബ്ബിന് ആരാധന നടത്തണം, എൻ്റെ റബ്ബിന് നന്ദി ചെയ്യണം എന്ന ബോധം കുട്ടിക്കാലം മുതലേ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. അതിനാൽ ആ ഇബാദത്തുകൾ നിർവഹിക്കുന്നതിനിടയിൽ ഹുബ്ബിബ ഇലൈഹിൽ ഖലാഅ്. സഹീഹുൽ ബുഖാരിയിൽ ബാബു കൈഫ കാന ബദ്ഉൽ വഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീന്റെ ആരംഭം എങ്ങനെ എന്ന് പറയുന്ന ആദ്യത്തെ അധ്യായത്തിൽ തന്നെ കാണാം. നബി തങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് മാറി നിന്ന് ഇബാദത്തെടുക്കുന്നതിൽ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ആ വലിയ ഉയരമുള്ള പർവ്വതത്തിന്റെ മേലെ പോയി ഗുഹയിലിരുന്ന് രാത്രിയും പകലും പടച്ചവനെ ഇബാദത്തെടുക്കുകയാണ് ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ്. അങ്ങനെ അവിടെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. നീണ്ട സംഭവമായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ആ സംഭവം നടന്നു നിൽക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് ഇബാദത്തിൽ മുഴുകി ജീവിക്കുകയായിരുന്നു. എന്നാൽ ആ പർവ്വതത്തിന്റെ മേലെ ഇരുന്ന് ഇബാദത്ത് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യമുള്ള ഭക്ഷണം, ആവശ്യമുള്ള ഒരുക്കം അത് മുഴുവനും ഒരുക്കി കൊടുത്തതും തയ്യാർ ചെയ്തു കൊടുത്തതും സയ്യിദത്തുനാ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയാണ്. ആ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ യുവപ്രായത്തിൽ മുഴുവനും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയല്ലാത്ത വേറെ ഭാര്യമാരാരും ഇല്ല. 50ഓളം വയസ്സുകൾക്ക് ശേഷം മാത്രമാണ് നബി തങ്ങൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത്. യുവത്വത്തിൽ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് ബുദ്ധിയുള്ളവരും മനസ്സിലാക്കാൻ കഴിയും നബി തങ്ങൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചത് അവിടുന്ന് കുറെ കാമവികാരം ഉള്ളതുകൊണ്ട് വിവാഹം കഴിച്ചതല്ല. അങ്ങനെയാണെങ്കിൽ അത് യുവത്വത്തിലല്ലേ കൂടുതൽ വിവാഹം കഴിക്കേണ്ടത്? ഏത് ബുദ്ധിയുള്ളവനും അത് മനസ്സിലാക്കാൻ കഴിയും. നബി തങ്ങൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫയിൽ വിവരിച്ചത് കാണാം. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ, പരിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അത് വിശാലമാണ്. അന്ത്യനാൾ വരെ ജീവിക്കുന്ന സർവ്വജനങ്ങൾക്കും ഇസ്ലാമിന്റെ നിയമങ്ങൾ എത്തിച്ചു കൊടുക്കണം. ആ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഭാര്യയെ എങ്ങനെ സമീപിക്കണം,
ഭാര്യയുമായി എങ്ങനെ പെരുമാറണം, ഭാര്യയുമായി എങ്ങനെ സംഗമിക്കണം, അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുപോലെ സ്ത്രീകളുടെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് സംഗതികൾ ഉണ്ട്. നമുക്കറിയാലോ, അവർക്ക് ചിലപ്പോൾ നിസ്കാരം നിർബന്ധമില്ല, അതേപോലെ പല സംഗതികളുമുണ്ട്. ആ കാര്യങ്ങളുടെ എല്ലാ നിയമങ്ങൾ ലോകത്ത് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സ്ത്രീകളുടെയും പ്രകൃതി ഒരുപോലെയല്ല. ചില സ്ത്രീകൾക്ക് മാസത്തിൽ ഒരൊറ്റ ദിവസം മാത്രമേ മെൻസസ് ഉണ്ടാവുകയുള്ളൂ. വേറെ ചില സ്ത്രീകൾക്ക് 3 ദിവസം 4 ദിവസമൊക്കെ ഉണ്ടാകാം. വേറെ ചില സ്ത്രീകൾക്ക്, സാധാരണ അധിക സ്ത്രീകൾക്കും 6-7 ദിവസം ഉണ്ടാകാം. ചില സ്ത്രീകൾക്ക് 15 ദിവസം വരെ മെൻസസ് ഉണ്ടായി എന്ന് വരാം. എല്ലാ സ്ത്രീകളും ഒരുപോലെ അല്ല. അങ്ങനെ വരുമ്പോൾ എല്ലാ സ്ത്രീകളുടെയും വിഷയങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ പ്രകൃതിയുള്ള വ്യത്യസ്തമായ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവരുടെ സ്വകാര്യ ജീവിതത്തിലുള്ള സംഗതികൾ മനസ്സിലാക്കി നിയമം പഠിപ്പിക്കേണ്ടതും പറയേണ്ടതുമുണ്ട്. അങ്ങനെ പറയണമെങ്കിൽ വെറും ഒരു ഭാര്യ മാത്രമുണ്ടായാൽ പോരാ. ഒന്ന്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മനുഷ്യർക്ക് എല്ലാ വിഷയത്തിലുമുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ സ്വകാര്യ ജീവിതത്തിലുണ്ടാകുന്ന വിഷയങ്ങൾ പഠിക്കാൻ കൂടുതൽ വിദ്യാർത്ഥികൾ വേണമല്ലോ. ആ വിദ്യാർത്ഥികൾ നബിതങ്ങളുടെ ഭാര്യമാരല്ലാത്ത ഒരു വിദ്യാർത്ഥിക്കും സ്വകാര്യ ജീവിതത്തിലെ വിഷയങ്ങൾ ഒപ്പിയെടുത്ത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് അവിടുത്തേക്ക് കൂടുതൽ ഭാര്യമാർ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അല്ലാഹു തആല അനുവദിച്ചു കൊടുത്തത്. നമുക്കങ്ങനെ ഒരു ഡ്യൂട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രത്തോളം വിവാഹം പാടുള്ളതും അല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖസായിസുകൾ, പ്രത്യേകതകൾ എന്ന നിലക്ക് ധാരാളം പ്രത്യേകതകൾ പലവിധത്തിലുമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു ഹദീസിലുണ്ട്, ഈമാൻ 70-ലധികം ശാഖകളാണ്. അതിലേറ്റവും മേലെയുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലേറ്റവും താഴെ പടിയിലുള്ള ശാഖ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിലുള്ള തടസ്സം നീക്കിക്കൊടുക്കലാണ്. അങ്ങനെ ഹദീസിൽ ഉണ്ട്. അതുകൊണ്ട് പറയട്ടെ, KL 14 AE 0727 വണ്ടി ഒന്ന് നീക്കിക്കൊടുക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു മേഖലയുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. വഴിയിൽ തടസ്സമുണ്ടാക്കാൻ പാടില്ല. അദ്ദേഹം മനഃപൂർവ്വം തടസ്സമുണ്ടാക്കിയ ആളല്ല. അദ്ദേഹം വെച്ച സ്ഥലത്ത് പിന്നീട് വല്ല പ്രയാസവും വന്നിട്ടുണ്ടാകും. അദ്ദേഹം പോയി അത് നീക്കിക്കൊടുക്കണം എന്ന് ആ വണ്ടിയുടെ ഉടമസ്ഥനെ അറിയിക്കുകയാണ്. ഇനി അനൗൺസ്മെന്റുകളൊന്നും ഇവിടെ ഉണ്ടാവുകയില്ല എന്നതും കൂടി അറിയിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതയാണ്. എല്ലാ വിഷയത്തെക്കുറിച്ചും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നും ഒഴിഞ്ഞു പോയിട്ടില്ല. നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദു അബർറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമീ. കമ്മിറ്റിക്കാർക്ക് സമ്മതമാണ് തന്നെ. അള്ളാഹു കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. അത്തരം രോഗങ്ങളൊന്നും നമുക്കാർക്കും അള്ളാഹു നൽകാതെ നമ്മെ അള്ളാഹു ആരോഗ്യത്തോടെ തഖ്വയോടെ ജീവിപ്പിച്ച് ഈമാൻ സലാമത്താക്കി മരിപ്പിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഫാത്തിഹയും സൂറത്തും ഓതണം. കൈ പിടിക്കുന്നൊരു മൈക്ക് കിട്ടും മോനെ. നമുക്ക് ഇരുന്നിട്ട് ഇൻഷാ അല്ലാഹ് ഫാത്തിഹ ഓതാം. എനിക്ക് ട്രെയിനിന് പോവുകയും വേണം. അള്ളാഹു തആല നമ്മുടെ അമൽ ഖബൂൽ ചെയ്യട്ടെ. എല്ലാവരും ഫാത്തിഹ ഓതണം. നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചുപോയവർക്കും നമ്മുടെ മുൻഗാമികൾക്കും എല്ലാവർക്കും വേണ്ടിയും മരിച്ചുപോയ കുഞ്ഞമ്മദ് ഹാജിക്ക് വേണ്ടിയും ഒക്കെ എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹ് നമ്മുടെ ഉസ്താദിൻ്റെ ഇവിടുത്തെ നേരത്തെ അവിടെ കുമ്പോല് ദർശനത്തി ഉസ്താദാണ്. മൂപ്പര് ഒരു കുട്ടി ആക്സിഡൻ്റ് ആയി അടുത്ത് മരിച്ചുപോയി. അല്ലാഹു ആ കുട്ടിയെ ശുഹദാക്കളിൽ പെടുത്തട്ടെ. അതുപോലെ മരിച്ചുപോയ എല്ലാവർക്കും അല്ലാഹു വലിയ പ്രതിഫലം കൊടുക്കട്ടെ. ഇതൊന്നും എല്ലാം കൊണ്ട് നീക്കൂ. ഇലാ ഹളറത്തിൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. ഒരു കസേര കൊണ്ട് എടുത്ത മനെ
الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. إن شاء الله. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചെറിയ മക്കളൊന്നും മാറിക്കൊടുത്തു കേട്ടോ. ഞാൻ കൈതന്നില്ല എന്ന് വിഷമമൊന്നും വേണ്ട. നിങ്ങളെ കൂട്ടത്തിൽ കൈ തരാൻ പറ്റുന്നവരുണ്ട്, പറ്റാത്തവരുണ്ട്. നല്ല ഭംഗിയുള്ള സൗന്ദര്യമുള്ള ഈ കൗമാരപ്രായമുള്ള കുട്ടികൾക്ക് കൈ കൊടുക്കൽ ഹറാമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഉണ്ടാവും, അങ്ങനത്തെ അല്ലാത്ത ഉണ്ടാകും കുട്ടികളുടെ കൂട്ടത്തിൽ. അപ്പോൾ ഒന്നിന് കൊടുക്കുക അതിന് എല്ലാവർക്കും കംപ്ലൈൻറ്റ് ആയിരിക്കും. അതുകൊണ്ട് കുട്ടികളെല്ലാം മാറി നിങ്ങൾക്കെല്ലാം ദ്വാരക്കും. സംഭാവന ഇരുന്നവർ മാത്രം വരിക. إلى حضرة النبي سيدنا محمد صلى الله عليه وسلم وإلى أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. വേറെ വെച്ചു എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. എനിക്ക് ട്രെയിനിന് പോകേണ്ടതുള്ളതുകൊണ്ട് സമയക്കുറവുണ്ട്. അതുകൊണ്ട് ദുആ തുടങ്ങാണ്. നിങ്ങളൊക്കെ കൊടുക്കുന്ന സദഖ ആ പാവപ്പെട്ട കുട്ടിയുടെ ചികിത്സക്കാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ചെറിയ സംഗതിയല്ല, ഒരു 10-15 ലക്ഷം റുപ്യ ആ കുട്ടീൻ്റെ ചികിത്സക്ക് വേണ്ടി വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു തആല എളുപ്പമാക്കി തരട്ടെ. ആ കുട്ടിക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ നൽകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു എല്ലാ രോഗങ്ങളിൽ നിന്നും കാവൽ നൽകുമാറാകട്ടെ. അല്ലാഹ് എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. വഅദ് പറയാൻ നല്ല ആരോഗ്യം അല്ലാഹു തരണം. അത് നിങ്ങളൊക്കെ ദ്വാരക്കണം. ഇൻഷാ അല്ലാഹ് വരുന്ന 29-ാം തീയതി നാദാപുരത്ത് 7 ദിവസത്തെ വഅദ് തുടങ്ങുന്നുണ്ട്. 7 ദിവസം ഞാൻ എല്ലാ കൊല്ലവും 7 ദിവസം നാദാപുരത്ത് 23 കൊല്ലമായി വഅദ് പറയുന്നുണ്ട്. 7 ദിവസം സപ്തദിന പ്രഭാഷണം. ഒരു കൊല്ലം ഫാത്തിഹ സൂറത്ത് 7 ദിവസം പറഞ്ഞു, ഒരു കൊല്ലം യാസീൻ സൂറത്ത് പറഞ്ഞു, ഒരു 7 ദിവസം അർ-റഹ്മാൻ സൂറത്ത് പറഞ്ഞു, ഒരു 7 ദിവസം തബാറക സൂറത്ത് പറഞ്ഞു. അങ്ങനെ 23 കൊല്ലമായി. ഈ കൊല്ലം ഇൻഷാ അല്ലാഹ് 29-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്ത് ഉലമയുടെ വൈസ് പ്രസിഡന്റ് സയ്യിദ് കൂമ്പോൽ ആറ്റക്കോയ തങ്ങൾ അവറുകളാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തു തരുന്നത്. ഞാൻ ഇന്നും തങ്ങളെ വിളിച്ചിരുന്നു, വരൂന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂട്യൂബിൽ കേൾക്കാം, ചിലപ്പോൾ ലൈവായിട്ട് കേൾക്കാനും സൗകര്യം ഉണ്ടാവും. അതിൽ യൂസുഫ് സൂറത്ത് നമ്മളൊക്കെ പഠിക്കേണ്ട സൂറത്താണ്. വലിയ സംഭവ ബഹുലമായ ചരിത്രമാണ്, ഒരുപാട് പാഠങ്ങളുള്ള ചരിത്രമാണ്. ഇൻഷാ അല്ലാഹ് ഈ കൊല്ലം അതാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമിനെ ഏറ്റിത്തരട്ടെ. എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സിറാജുൽ നേർച്ചല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. أرحم الراحمين يا رب. ഞങ്ങൾ ഓതിയത് നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ, ഞങ്ങൾ പറഞ്ഞത് ഖബൂൽ ചെയ്യണം റഹ്മാനെ. പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്നവരുണ്ട്, അത് ഖബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ
ഇപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു, 20ഓളം ആളുകൾക്ക് മക്കളില്ലാത്തവർക്ക് ഞാൻ സിറാജുൽ ഹുദയിലേക്ക് നേർച്ച പറഞ്ഞു കൊടുത്തു, എല്ലാവർക്കും മക്കളുണ്ടായി. 2 ആളുകൾ ഈ അടുത്ത് വന്ന് പറഞ്ഞവരുണ്ട്, അവർക്ക് കുട്ടിയുണ്ടാകാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ, ആ രക്ഷിതാക്കൾക്കും നീ ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങളിലേക്ക് ആര് നേർച്ച തന്നവരുണ്ടോ, ഇവിടുത്തെ മഖാമിലേക്കും ഇവിടുത്തെ ദീനീ പ്രവർത്തനത്തിനും ആര് സംഭാവനകളും നേർച്ചകളും ചെയ്തവരുണ്ടോ, എല്ലാവർക്കും നീ വലിയ ഫലം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന വളണ്ടിയർമാർക്കും യുറൂസ് സംഘടിപ്പിച്ചവർക്കും ഇവിടെയുള്ള ജമാഅത്തിനും ജമാഅത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും പരിസരങ്ങളിലുള്ളവർക്കും എല്ലാവർക്കും സർവ്വ ഖൈറിന്റെ വാതിലുകളും നീ തുറക്കണം റഹ്മാനെ. ഷർറിന്റെ വാതിലുകൾ അടക്കണം റഹ്മാനെ. രോഗമുള്ളവരെ രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. വിവാഹമുദ്ദേശിക്കുന്നവർക്ക് ഖൈറായത് എളുപ്പമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങളുള്ളവരെ കടങ്ങൾ വീട്ടിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, ആരാണോ മക്കളില്ലാത്തവരവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, സിറാജുൽ ഹുദയിലേക്ക് വലിയ നേർച്ച ചെയ്തിട്ട് എൻ്റെ മകൻ തന്നെ വൈകുന്നേരം എനിക്ക് വോയിസ് അയച്ചു. അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം നീ അവർക്ക് എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. ഏതൊരു കാര്യമാണോ അത് നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം ഏത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാ ഖൈറിൻ്റെ വാതിലുകളും നീ തുറക്കണം റഹ്മാനെ. ആര് എവിടെ ബിസിനസ് നടത്തുന്നവരുണ്ടോ, ജോലി ചെയ്യുന്നവരുണ്ടോ, അവരുടെ ബിസിനസ്സുകളിലും ജോലി ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. നഷ്ടങ്ങൾ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിന് എവിടെയാണെങ്കിലും നിന്റെ കാവൽ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഖൈറായ തഖ്വയോടുകൂടെയുള്ള ജീവിതത്തിന് തൗഫീഖ് തരണം റഹ്മാനെ. കിബ്ർ, ഉജ്ബ്, റിയാ, ഹസദ്, അമല്, ഹിർസ്, ബിദ്അത്ത്, ശഹ്വത്ത്, ഖലബ് തുടങ്ങിയ എല്ലാ രോഗങ്ങളിൽ നിന്നും ഖൽബ് ശുദ്ധിയാക്കണം റഹ്മാനെ. പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിയായ വിശ്വാസത്തിലും കർമ്മത്തിലുമായി ജീവിച്ച് അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് തരണം റഹ്മാനെ. റമളാനിനെ സ്വീകരിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾക്കും സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ നിസ്കാരങ്ങളിൽ ഖുശൂഇനെ തരണം റഹ്മാനെ. അമലുകളിൽ ഇഖ്ലാസിനെ തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഉമ്മബാപ്പമാർ, ഉസ്താദുമാര്, ശിഷ്യന്മാർ, സ്നേഹിതന്മാര്, സഹായിച്ചവർ, സഹകരിച്ചവർ, ലോകത്താര് ഞങ്ങളെ പ്രിയം വെച്ചവരുണ്ടോ എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ അവരെ ഖബറിലെത്തിക്കണം റഹ്മാനെ. പ്രത്യേകിച്ചും ഇന്ന് വിട്ടുപിരിഞ്ഞു പോയ കുഞ്ഞമ്മദ് ഹാജിയുടെ ഖബറിലും ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനെ. അവരൊക്കെ ഞങ്ങളെ സ്നേഹിച്ചത് ഞങ്ങളിൽ നിന്നൊരു കാര്യവും അവർക്ക് കിട്ടിയിട്ടല്ല, അവർ ദീനിനു വേണ്ടി ഞങ്ങളെ സ്നേഹിച്ചവരാണ്. ഞങ്ങളെ ജീവിതത്തിൽ തഖ്വ കുറവാണെങ്കിൽ, ഞങ്ങൾക്ക് വേണ്ടതുപോലെ നല്ല നിലയ്ക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഞങ്ങളെ കുഴപ്പമാണ്. ഞങ്ങൾക്ക് മാപ്പാക്കണം. ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി നിന്റെ സ്വർഗ്ഗത്തിന്റെ ചിത്രം കണ്ട് നിന്റെ മലക്കുകളോടൊന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങൾക്കെല്ലാം തന്ന രാജാവായ നിന്നെ കാണാനും നിന്റെ ഹബീബായ നബിയെ കാണാനുള്ള ആശയോടുകൂടെ ഞങ്ങൾക്ക് സന്തോഷത്തിന്റെ വേർപാട് തരണം റഹ്മാനേ. ആത്തിപത്ത് നന്നാക്കിത്തരണം റഹ്മാനേ. ആത്തിപത്ത് നന്നാക്കിത്തരണം റഹ്മാനേ. ഞങ്ങളാരെയും പരാജയപ്പെട്ടവരിൽ പെടുത്തരുത് റഹ്മാനേ. ഇവിടെ പാവപ്പെട്ട റഹ്മാനേ, ഈ ജമാഅത്തിലും പരിസരങ്ങളിലുള്ള ജമാഅത്തുകളിലും ഇവിടെ സേവനം ചെയ്യുന്ന ഉസ്താദുമാരിലും പ്രവർത്തിക്കുന്ന കമ്മിറ്റിക്കാരിലും അവരോട് സഹകരിക്കുന്ന നാട്ടുകാരിലും എല്ലാ മുഅ്മിനീങ്ങളിലും നീ ഖൈറും ബറക്കത്തും നൽകണം റഹ്മാൻ.
വിദേശത്ത് പോയി അധ്വാനിക്കുന്ന ഏത് മുഅ്മിനീകൾ മുഅ്മിനാത്തുകളുണ്ടോ അവർക്കും സർവ്വ ഖൈറും നൽകണം റഹ്മാനേ. ഞങ്ങളുടെ ദീനിയായ പ്രവർത്തനങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, അതുപോലെ മറ്റ് സംരംഭങ്ങളിൽ ഞങ്ങളെ കൽവിൽ ഞങ്ങൾ ഉദ്ദേശിച്ചതൊക്കെ യജമാനായ ദീനക്കൾക്ക് എളുപ്പമാക്കി തരണം റഹ്മാനേ. സർവ പെർമിറ്റുകളും ലൈസൻസുകളും അതുപോലെ ഏത് കടലാസുകൾ ആർക്ക് എവിടെ ശരിയാകേണ്ടതുണ്ടോ നീ എളുപ്പമാക്കണം റഹ്മാനേ. നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. സർവ കുടുക്കുകളിൽ നിന്നും രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഒരു കുടുക്കിലും ഞങ്ങൾ ആരെയും നീ പെടുത്തരുത് റഹ്മാനേ. നിന്റെ കാവൽ തരണം റഹ്മാനേ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. സിറാജുൽ ഹുദ കാണാത്തവർ കാണാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.